ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി. ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുന്നതിന് ഞങ്ങളുണ്ട് കൂടെ. റോയൽ ബ്യൂട്ടി പാർലർ ആൻഡ് സ്പാ, ചേലക്കര. ദീർഘനാളത്തെ തന്റെ സ്വപ്നം 56-ാം വയസ്സിൽ പൂർത്തിയാക്കിയതിന്റെ സന്തോഷത്തിലാണ് ദേശമംഗലം സ്വദേശി സിദ്ദീഖ് കുളപ്പുറത്ത്. ദീർഘനാളത്തെ തന്റെ സ്വപ്നം 56-ാം വയസ്സിൽ യാഥാർത്ഥ്യമാക്കിയ സന്തോഷത്തിലാണ് ദേശമംഗലം സ്വദേശി സിദ്ദീഖ് കുളപ്പുറത്ത്. ദേശമംഗലം ഗ്രാമത്തിലെ പ്രദേശവാസികളുടെ വിവരങ്ങൾ ശേഖരിച്ചാണ് സിദ്ദീഖ് കുളപ്പുറത്ത് കവിതാരൂപത്തിൽ പുസ്തകം പ്രസിദ്ധീകരിച്ചത്. നാട്ടിലെ ജനങ്ങൾക്കും ഈ കവിതാ സമാഹാരം ഏറെ കൗതുകമാണ് സമ്മാനിച്ചത്. ഇല്ലായ്മയിൽ നിന്ന് പോരാടി വിജയം കൈവരിച്ച ഇദ്ദേഹം നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളാണ് കവിതാരൂപത്തിൽ വായനക്കാരിൽ എത്തിക്കുന്നത്. കവിതാ സമാഹാര പുസ്തകത്തിന്റെ പ്രകാശനം പള്ളം മേഖല വികസന സമിതിയുടെ നേതൃത്വത്തിൽ നടന്നു. പ്രകാശനകർമ്മം പ്രശസ്ത കവിയും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദ് നിർവഹിച്ചു. ആദ്യമായാണ് ഒരു ഗ്രാമത്തിലെ ഏവരും ഏറ്റെടുത്ത പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങിൽ പങ്കെടുക്കുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു. നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. ചെറുപ്പം മുതലേ ഇല്ലായ്മയിൽ നിന്ന് പോരാടി പ്രവാസ ജീവിതം നയിക്കുമ്പോഴും കവിത എഴുതി പുസ്തകത്താളുകളിൽ ഒതുക്കുന്ന പതിവായിരുന്നു. തന്റെ കഴിവുകളെക്കുറിച്ച് റിട്ടയർഡ് അധ്യാപകനായ മുഹമ്മദ് കുട്ടിയോട് വിവരമറിയിച്ചപ്പോൾ ഏറെ പ്രോത്സാഹനമാണ് അദ്ദേഹത്തിൽ നിന്ന് ലഭിച്ചത് എന്നും തുടർന്ന് പള്ളം മേഖലാ വികസന സമിതിയിലെ സെക്രട്ടറി ഷാജി പള്ളത്തിന്റെയും ഉമ്മർ കുണ്ടുപറമ്പിൽ എന്നിവരുടെ നേതൃത്വത്തിൽ 96 പേജ് അടങ്ങുന്ന പുസ്തകം പ്രസിദ്ധീകരിക്കുകയുമായിരുന്നു. പ്രശസ്ത കവി ദേശമംഗലം രാമകൃഷ്ണൻ അടക്കം നിരവധി കവികൾ തന്നെ അഭിനന്ദനം അറിയിച്ചുവെന്നും നാട്ടുകാരും തന്റെ പ്രവൃത്തിയിൽ ഏറെ സന്തുഷ്ടരാണ് എന്നും ദേശമംഗലം സ്വദേശി സിദ്ദീഖ് കുളപ്പുറത്ത് പറഞ്ഞു. എൻ്റെ നാടാണ് പുസ്തകത്തിൻ്റെ പേര്. എൻ്റെ നാട്. എൻ്റെ നാടാണ് എൻ്റെ ഹൃദയം. തുറന്ന പുസ്തകമാണ് എൻ്റെ ഹൃദയം. എൻ്റെ ഹൃദയമാണ് എൻ്റെ നാട്. എൻ്റെ നാട് ഇന്ന് അക്ഷരജാലകം ബുക്സ് ശ്രീ ദേശമംഗലം രാമകൃഷ്ണൻ സാറാണ് അതിൻ്റെ അവതാരിക എഴുതിയിരിക്കുന്നത്. ഇന്ന് റഫീഖ് അഹമ്മദ് സാറ് ഇന്നത് പ്രകാശനം ചെയ്യുന്നു. ഏറ്റുവാങ്ങുന്നത് കരീം പന്നിത്തടം. പിന്നെ എല്ലാവരും വായിക്കേണ്ട കൃതിയാണ്. എങ്ങനെയാണ് ഇതിലേക്ക് എത്തിപ്പെട്ടത്? ഇത് സാഹചര്യങ്ങളുടെ പച്ചയായ അസ്തിത്വം. അതായത് നമ്മൾ മനുഷ്യൻ്റെ ഓരോ കാര്യങ്ങളും അത് എടുത്ത് പ്രതിപാദിച്ചിട്ടുണ്ട്. എല്ലാം അതിൻ്റെ ഈണത്തിൽ ചൊല്ലാനും അതിലെ അർത്ഥവത്തായ വാക്കുകളും എല്ലാം കൊണ്ട് സമ്പന്നമാണെന്ന് ഞാൻ കരുതുന്നു. ഇനി ബാക്കി നിങ്ങളാണ് അതിൻ്റെ. അല്ല, നിങ്ങൾ ഈ പ്രവാസി എന്ന സമയത്ത് അന്ന് മുതലേ ഇങ്ങനൊരു കല അതിൻ്റെ മുൻപുണ്ട്. പഠിക്കുന്ന കാലത്ത് തന്നെ എനിക്ക് വാസന ഉണ്ടായിരുന്നു കുറേശ്ശെ. അപ്പോൾ അത് ഇങ്ങനെ തുടർന്നു വന്നു. ഞാൻ അത്ര കാര്യമാക്കി ഉണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ മൊത്തം ഞാൻ കൊടുത്തത് ഒരു പുസ്തകമാണ് അവർ എഴുതിയിട്ടുള്ളത്. ഇനിയിപ്പോൾ ഒരു പുസ്തകത്തിന് വേണ്ടി കൊടുത്താണ്. ഇപ്പോൾ വേറെ ഒരു പുസ്തകം കൂടി എഴുതാൻ ഉള്ളതുണ്ട്. ന്യൂസ് ഡെസ്ക് CCV.